ഹലോ ടീം, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പം ഒന്ന് നമുക്കറിയാം, ലേൺ ആൻഡ് പ്രാക്ടീസ് ടെക്നോളജി. ഈ ടെക്നോളജി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്കാണ് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലേ? അതറിയാത്ത ആളുകൾക്കല്ല. അപ്പം ഫസ്റ്റ് ലേൺ ആൻഡ് പ്രാക്ടീസ് ടെക്നോളജി. അതേപോലെ ഡു മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ആൻഡ് പുഷ് ടു ഗിറ്റ് ഹബ്. ഞാൻ നേരത്തെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മൾട്ടിപ്പിൾ പ്രോജക്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏതാണോ ടെക്നോളജി ഫോക്കസ് ചെയ്യുന്നത് അതിൽ മൾട്ടിപ്പിൾ പ്രോജക്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഗിറ്റ് ഹബിൽ പുഷ് ചെയ്യുക. എന്നിട്ട് അത് ഷോക്കേസ് ചെയ്യുക. ഇനി ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പഠിക്കണം. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ടെക്നോളജി ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എന്തായാലും പഠിക്കണം. നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ മനസ്സിൽ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകൾക്ക് അത് നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതിൻ്റെ ഡെഫിനിഷനായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നല്ല, അറ്റ്ലീസ്റ്റ് അവർ കൺവിൻസ് ആകുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന വേർഡ്സ് വെച്ചുകൊണ്ട് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അല്ലാതെ ചില ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവർ പറയാം എനിക്ക് ചെയ്യാൻ അറിയാം, പറയാൻ അറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാവും അത് അറിയില്ല എന്നുള്ളത്. ആക്ച്വലി അറിയില്ല, എന്നിട്ട് വെറുതെ പറയുന്നതായിരിക്കും ചെയ്യാൻ അറിയാം, പറയാൻ അറിയില്ല. അപ്പോൾ ചെയ്യാനും അറിയണം, പറയാനും അറിയണം. വളരെ വളരെ ഭയങ്കര അഡ്വാൻസ് സോഫിസ്റ്റിക്കേറ്റഡ് വേർഡ്സ് വെച്ചിട്ട് പറയണമെന്നല്ല, സിമ്പിൾ വേർഡ്സ് വെച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ആൾക്കാർ നമ്മൾ ഏത് വേർഡ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതൊന്നുമല്ല അവർ നോക്കുന്നത്. ഈ ടെക്നോളജി നമുക്ക് അറിയോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ അത് ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റണം. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ. ഇപ്പം അപ്കോഡിലാണെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മുടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ടീമുണ്ട്. അവർ നിങ്ങളെ മോക്ക് ഇൻ്റർവ്യൂ എടുക്കും. ഇൻ്റർവ്യൂ എടുത്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് തരും. നിങ്ങളെ കറക്ഷൻസും മൾട്ടിപ്പിൾ ടൈംസ് മോക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടെത്തി അവരെ കൊണ്ട് മോക്ക് ഇൻ്റർവ്യൂ എടുപ്പിക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് കറക്ഷൻസ് വരുത്തേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കറക്ഷൻസ് വരുത്തണം. പിന്നെ ചെയ്യേണ്ടത്, ചില കമ്പനീസിൽ നമുക്ക് സിസ്റ്റം ടെസ്റ്റ് തരും, അല്ലെങ്കിൽ മെഷീൻ ടെസ്റ്റ് തരും. മെഷീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയൊരു പ്രോജക്റ്റ് നമുക്കറിയാമെന്ന് പറയുന്ന ടെക്നോളജിയിൽ ചെറിയൊരു പ്രോജക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ മെഷീൻ ടെസ്റ്റ് സാധാരണ ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ക്രിയേറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ക്രഡ് ഓപ്പറേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാമ്പിളായിട്ടുള്ള കുറേ സാധാരണ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് സാധാരണ ഇപ്പോൾ റിയാക്ട് ജേസ് ആണെങ്കിൽ റിയാക്ട് ജേസിന് വരുന്ന മെഷീൻ ടെസ്റ്റ് എന്തൊക്കെയാണെന്നത് അങ്ങനെ കുറച്ചെണ്ണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. 2 3 പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് ഗിറ്റ് ഹബ് പുഷ് ഒന്നും ചെയ്യേണ്ട, പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് ശരിക്കും റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റെസ്യൂമ് പ്രിപ്പയർ ചെയ്യാം. നല്ല ക്വാളിറ്റിയുടെ റെസ്യൂം പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയുന്ന എല്ലാ ടെക്നോളജി മെൻഷൻ ചെയ്യണം, ചെയ്ത പ്രോജക്റ്റുകൾ മെൻഷൻ ചെയ്യണം, ഗിറ്റ് ഹബിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യണം. ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ട് പ്രോപ്പർ സ്റ്റാൻഡേർഡിലുള്ള ഒരു റെസ്യൂമ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ എല്ലാം ഇഷ്ടംപോലെ ടെംപ്ലേറ്റും സാമ്പിൾസും കാര്യങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും. അത് തന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് ഹണ്ടിങ്, അല്ലേ? ജോബ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജോബിന് വേണ്ടി സെർച്ച് ചെയ്യാം. ഫ്രീലാൻസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസിന് വേണ്ടി ഹണ്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പം ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ജോബിന് വേണ്ടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോബ് പോർട്ടൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ജോബ് പോർട്ടൽസ്. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അവിടുത്തെ ലീഡിംഗ് ആയിട്ടുള്ള ജോബ് പോർട്ടൽസ് എല്ലാം മനസ്സിലാക്കിയിട്ട് അതിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീലാൻസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസിലെല്ലാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ റെസ്യൂമെ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് റെഗുലറായിട്ട് നിങ്ങൾ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ റെഗുലറായിട്ട് ഒരു ഡെയിലി ബേസിലോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിലോ ലോഗിൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ അപ്ഡേഷൻസ് വരുത്തി നിങ്ങൾ സേവ് ചെയ്യുക. എപ്പോഴും കമ്പനീൻ്റെ സൈഡിൽ നിന്ന് ജോബ് അല്ലെങ്കിൽ എംപ്ലോയറുടെ സൈഡിൽ നിന്ന് ജോബ് സീക്കേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത ആൾക്കാരുടെ പ്രൊഫൈലാണ് ഏറ്റവും മേലെ കാണുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ അക്കൗണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്ത് റെസ്യൂമെല്ലാം അപ്ലോഡ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിൽ നിങ്ങൾ ചെയ്ത വർക്കും കാര്യങ്ങളും സ്കില്ലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് റിമോട്ട് ജോബ് നോക്കുന്ന ആൾക്കാർ ആ കണ്ടീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ സിറ്റിയിലാണെങ്കിൽ ആ സിറ്റിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അപ്ലൈ ചെയ്യാം. റെഗുലറായിട്ട് കയറി സെർച്ച് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഫ്രീലാൻസ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസിൻ്റെ പോർട്ടൽസിൽ കയറിയിട്ട് റെഗുലറായിട്ട് നോക്കുക, അതിന് ബിഡ് ചെയ്യാം. ഓക്കെ, അതുകൂടാതെ നിങ്ങൾ ജോബ് നോക്കുന്ന ആൾക്കാർ നിങ്ങളെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള കമ്പനീസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അവരെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുക എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് ഇമെയിൽ അയക്കുക. ഇമെയിൽ അയക്കുന്ന സമയത്തും പ്രോപ്പർ സ്റ്റാൻഡേർഡിലായിരിക്കണം. ഫസ്റ്റ് നിങ്ങൾ സബ്ജക്റ്റ് അപ്ലിക്കേഷൻ ഫോർ ഏതാണ് പോസ്റ്റ്, എന്നിട്ട് അതിൻ്റെ കണ്ടന്റിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രീഫ്, നിങ്ങൾ ടെക്നോളജിൻ്റെ ബ്രീഫ് ചെയ്ത പ്രോജക്റ്റിൻ്റെ ഗിറ്റ് ഹബിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. റെസ്യൂമ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രോപ്പർ സ്റ്റാൻഡേർഡിൽ തന്നെ മെയിൽ അയക്കാം. ഇത് റെഗുലറായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം.
ഓക്കെ. പിന്നെ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങൾ സെൽഫ് അനാലിസിസ് നടത്തണം. എവിടെയാണ് എനിക്ക് ഫാൾട്ട് പറ്റിയത്, ഏത് പാർട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂവിൽ ഫെയിൽ ആയത്, ഞാൻ ടെക്നോളജിയിൽ ഏത് പാർട്ടാണ് റീഫ്രഷ് ചെയ്യേണ്ടത്. പല ആൾക്കാരും എല്ലാം റീഫ്രഷ് ചെയ്തിട്ടല്ലല്ലോ പോവാം, കുറേ പാർട്ടെല്ലാം ചെയ്തിട്ടുണ്ടാകും, ചിലത് ചെയ്യാണ്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ സെൽഫ് അനാലിസിസ് നടത്തുക, എന്നിട്ട് അതിന് വേണ്ടിയുള്ള കറക്ഷൻസ് വരുത്തുക. അപ്പോൾ ഈ ഫീൽഡ്, ഈ IT ഫീൽഡിൽ എനിക്ക് ഇഷ്ടംപോലെ ജോബ് ഉണ്ട്. അപ്പം സ്കിൽഡായ ആൾക്കാരെ കിട്ടാഞ്ഞിട്ട് കമ്പനികൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്തു നമ്മൾ ഇതിന് ചെയ്യാൻ ക്യാപ്പബിൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്പനീസ് എന്തായാലും നമുക്ക് ജോബ് തരും. ഇഷ്ടംപോലെ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോവിഡിന് ശേഷമെല്ലാം റിമോട്ട് ജോബെല്ലാം ഇപ്പോൾ യൂറോപ്പിൽ നിന്നും US നിന്നും മറ്റു പല കൺട്രീസിൽ നിന്നും റിമോട്ട് ജോബെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഏത് നാട്ടിലുള്ള ഏത് കമ്പനിക്ക് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ സ്കിൽഡ് ആയാൽ മതി. അപ്പം നിങ്ങൾക്കറിയാം അപ്കോഡിലൂടെ നമ്മൾ ഇതേപോലെ ക്വാളിറ്റി ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് മൾട്ടിപ്പിൾ പ്രോജക്റ്റ് ചെയ്യിപ്പിച്ച് അവരെ പ്ലേസ്മെൻറ്റിന് വേണ്ടി അവരെ അസിസ്റ്റ് ചെയ്ത് അതിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ രീതിയിലാണ് അത് വർക്കൗട്ട് ആവാം. പക്ഷേ ഇതിനെല്ലാം വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആവുക, നിങ്ങൾ അഗ്രസീവായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആവുക. നിങ്ങൾക്ക് ഇതൊരു ജോബിൽ എത്താൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആകാൻ വേണ്ടിയുള്ള ഡിസയർ നിങ്ങളെ ഉള്ളിലുണ്ടായിരിക്കണം. നിങ്ങളെ ഉള്ളിൽ ഈ സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല. നമ്മൾ ചെയ്തു തന്നുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾ ചെയ്തു തരില്ല എന്നല്ല, നമ്മൾ ചെയ്തു തന്നുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. നിങ്ങളെ ഉള്ളിൽ ആ ഒരു ഡിസയർ വേണം. ഓക്കെ. നിങ്ങൾക്കറിയാം ഈ ഫീൽഡിൽ ഒരിക്കൽ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രൊഫഷണലാണ്, പിന്നെ നിങ്ങൾക്ക് അതിൽ മേലോട്ട് കയറി നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല റൈറ്റ് ഡിസിഷൻ എടുക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ടൈമും മണിയും നല്ല റൈറ്റ് ഡയറക്ഷനിലാണെന്നുള്ള മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ.